പണ്ട് തീരദേശ കർണാടകയിലെ ഒരു രാജാവ് തൻ്റെ സമ്പത്തിലും അധികാരത്തിലും തൃപ്തനല്ലാതെ മനസമാധാനം തേടി യാത്രയാകുന്നു. ഒടുവിൽ വനത്തിനുള്ളിൽ താമസിക്കുന്ന ഗ്രാമീണരെ സംരക്ഷിക്കുന്ന പഞ്ചുരുളി ദൈവം കുടിയിരിക്കുന്ന ഒരു പുണ്യക്കല്ല് അദ്ദേഹം കണ്ടെത്തുന്നു. രാജാവിൻ്റെ ദുഃഖം മാറ്റാൻ പകരമായി ആ ദൈവം കുടിയിരിക്കുന്ന കല്ല് കൊണ്ടുപോകാൻ രാജാവ് ആഗ്രഹിക്കുന്നു. അതിന് പകരമായി രാജാവ് ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ കൃഷിക്കും താമസത്തിനുമായി വനഭൂമി എഴുതി കൊടുക്കുന്നു. തൻ്റെ പിൻഗാമികൾക്ക് ആ വാക്ക് പാലിക്കണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കോപത്തിന് ഇരയാകേണ്ടി വരുമെന്നും പഞ്ചുരുളിയുടെ കൂട്ടാളിയായ ഗുളികൻ ദൈവം അവരെ ശിക്ഷിക്കുമെന്നും ദൈവം മുന്നറിയിപ്പ് നൽകുന്നു. രാജാവിൻ്റെ പിൻഗാമി തൻ്റെ പൂർവികർ ഗ്രാമീണർക്ക് നൽകിയ ഭൂമി തിരികെ ആവശ്യപ്പെട്ടെത്തുന്നു. ഗ്രാമീണർ ഇത് എതിർക്കുകയും ഭൂതക്കോലം കെട്ടിയാടുന്ന വ്യക്തിയുടെ ശരീരത്തിൽ പഞ്ചുരുളി ദൈവം ആവേശിക്കുകയും ചെയ്യുന്നു. ദൈവം ജന്മിയോട് ഭൂമി തിരിച്ചാവശ്യപ്പെടരുതെന്നും അത് ലംഘിച്ചാൽ അദ്ദേഹത്തിന് മരണമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ച് ജന്മി കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുന്നു. അതിന് തൊട്ടു മുൻപ് അദ്ദേഹം ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. അതേസമയം തെയ്യം കലാകാരനായ ശിവയുടെ അച്ഛൻ വനത്തിനുള്ളിലെ ഒരു നിഗൂഢമായ വൃത്തത്തിലേക്ക് ഓടിമറയുന്നു. പിന്നീട് തിരികെ വരുന്നില്ല. ഭൂതക്കോലം കെട്ടിയാടിയ കലാകാരൻ്റെ മകനാണ് ശിവ. ചൂടൻ സ്വഭാവക്കാരനും പ്രകൃതിയെ ബഹുമാനിക്കാത്തവനുമാണ് അവൻ. ഇപ്പോഴത്തെ ജന്മി ദേവേന്ദ്ര സുട്ടൂർ പഴയ രാജാവിൻ്റെ പിൻഗാമിയാണ്. ഗ്രാമീണരുമായി നല്ല ബന്ധം നടിക്കുകയും എന്നാൽ ഭൂമി തിരികെ നേടാൻ രഹസ്യമായി ശ്രമിക്കുകയും ചെയ്യുന്നു. സത്യസന്ധനായ ഒരു ഫോറസ്റ്റ് ഓഫീസറാണ് മുരളീധരൻ. ഗ്രാമവാസികളും ഫോറസ്റ്റ് ഓഫീസർ മുരളിയും തമ്മിൽ തർക്കം തുടങ്ങുന്നു. ഗ്രാമവാസികളുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയാത്ത മുരളി നിയമപ്രകാരം നടപടിയെടുക്കുന്നു. തർക്കങ്ങൾക്കിടയിൽ ജന്മി ദേവേന്ദ്ര സുട്ടൂർ ഗ്രാമീണർക്ക് വേണ്ടി വാദിക്കുന്നതായി അഭിനയിച്ച് യഥാർത്ഥത്തിൽ അവരെ ചതിച്ച് ഭൂമി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. മുരളിയെയും ഗ്രാമീണരെയും ഉപയോഗിച്ച് ദേവേന്ദ്രൻ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ശിവയ്ക്ക് മനസ്സിലാകുന്നു. ദേവേന്ദ്രൻ ഭൂമിയുടെ രേഖകൾ സ്വന്തമാക്കുകയും ഗ്രാമീണരെ ആക്രമിക്കുകയും ചെയ്യുന്നു. കനത്ത ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശിവ അച്ഛൻ മറഞ്ഞുപോയ ആ പുണ്യവൃത്തത്തിലെത്തുകയും അവിടെ പഞ്ചുരുളിയുടെ കല്ലിൽ തലയിടിച്ച് വീഴുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ വർഷങ്ങളായി അകന്നു നിന്ന് ദൈവിക ശക്തിയുമായി ബന്ധപ്പെടുന്നു. പഞ്ചുരുളിയായി മാറിയ ശിവ ദേവേന്ദ്രന്റെ ഗുണ്ടകളെയും അവനെ സഹായിച്ച മറ്റു ഉദ്യോഗസ്ഥരെയും നേരിടുന്നു. പിന്നീട് ദേവേന്ദ്രനെ പഞ്ചുരുളിയായി മാറിയ ശിവ കൊല്ലുന്നു. ഫോറസ്റ്റ് ഓഫീസറായ മുരളിക്ക് ദൈവിക ശക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഗ്രാമവാസികൾക്ക് വേണ്ടി നിയമപരമായ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പോരാട്ടത്തിനൊടുവിൽ പഞ്ചുരുളി ദൈവം തൻ്റെ അച്ഛൻ മറഞ്ഞ അതേ വൃത്തത്തിലേക്ക് ഓടിമറയുന്നു. അവിടുന്ന് അയാൾ പിന്നീട് തിരിച്ചു വരുന്നില്ല. പ്രകൃതിയെ സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അവർക്ക് മുന്നിൽ ദൈവം വരും, ഇല്ലെങ്കിൽ മനുഷ്യൻ എന്ന തത്വത്തിൽ ഊന്നി നിന്നാണ് സിനിമ അവസാനിക്കുന്നത്.